പ്രൗഢഗംഭീരമായ ഒരു സ്വീകരണമാണ് ഇന്നിവിടെ നൽകിയിട്ടുള്ളത്. ഇവിടെ എത്തിയിട്ടുള്ളതെല്ലാം വളരെ ശ്രേഷ്ഠരായിട്ടുള്ള സന്യാസി ശ്രേഷ്ഠന്മാർ, ആചാര്യന്മാരാണ്. എല്ലാവരും നിറഞ്ഞ സദസ്സാണ്. നമ്മുടെ ഈ സന്ദേശയാത്രയുടെ ആദ്യം മുതൽ നമ്മൾ നയിച്ചുകൊണ്ടുവരുന്ന പൂജ്യ ചിദാനന്ദപുരി സ്വാമിജിക്കും മറ്റെല്ലാ മഹാത്മാക്കൾക്കും സാഷ്ടാംഗ പ്രണാമം. മാത്രമല്ല ഇവിടെ വേദിയിലും സദസ്സിലും ശബരിമല മുൻ മേൽശാന്തി മുരളീധരനുണ്ട്, പിന്നെ പാലക്കാട് നിന്ന് വന്ന നമ്മുടെ ധർമാനന്ദ സ്വാമികളുണ്ട്, മലപ്പുറം ജില്ലയിൽ നിന്ന് സ്വാമിമാരുണ്ട്. എല്ലാവരും വലിയൊരു പ്രൗഢഗംഭീരമായിട്ടുള്ള, കാരണം കൊല്ലത്ത് എല്ലാവരും ചേർന്നിട്ടുണ്ട്. ഇതിൽ ആമുഖമായിട്ട് ഞാൻ ദീർഘിപ്പിക്കുന്നില്ല, സ്വാമിജിയുടെ പ്രഭാഷണം പിന്നാലെ വരുന്നുണ്ട്. കൊല്ലത്തിൻ്റെ ദേശിക നാടിൻ്റെ ഒരു ചരിത്രത്തിലെ ഒരു വലിയൊരു മുഹൂർത്തമാണ് സന്യാസിമാരുടെ ഈ ധർമ്മ സന്ദേശ യാത്രയുടെ ഇന്നത്തെ ആഗമനം. അതിൻ്റെ കാര്യം സ്വാമിജി പേര് പറയുമായിരിക്കും, പക്ഷേ കഴിഞ്ഞ 3 വർഷങ്ങളായിട്ട് സന്യാസിമാരും മാർഗദർശന മണ്ഡലവും ചിന്തിച്ചുകൊണ്ടിരുന്നൊരു വിഷയമായിരുന്നു. കേരളത്തിലെ സമകാലിക സംഭവങ്ങളുമായി ചേർത്ത് വെക്കുമ്പോൾ സന്യാസിമാർ തന്നെ സമാജത്തിലേക്ക് ഇറങ്ങി ജനങ്ങളുടെ വിഷയങ്ങൾ ഏറ്റെടുക്കുകയും ജനങ്ങൾക്ക് വേണ്ടി കരുതൽ നൽകുന്ന നടപടിക്രമങ്ങളിലേക്ക് ഇറങ്ങണം എന്നുള്ളൊരു സുശക്തമായ തീരുമാനം എടുക്കേണ്ടായി. അങ്ങനെ അത് 41 ദിവസങ്ങളെ കൊണ്ടുള്ള ഒരു ധർമ്മ സന്ദേശ യാത്രയാണ് ആദ്യം ഉദ്ദേശിച്ചിരുന്നെങ്കിലും ചില സാങ്കേതിക എല്ലാവർക്കും ആചാര്യന്മാരെല്ലാവർക്കും പങ്കെടുക്കാനുള്ള സമയക്കുറവെല്ലാം കൊണ്ട് അത് 14 ദിവസം, നേരത്തെ സ്വാമിജി 14 വർഷത്തെ വനവാസം പോലെ തന്നെ 14 ദിവസത്തെ കഠിനമായ പല സ്വാമിമാരൊക്കെ തന്നെ വളരെ കഷ്ടപ്പെട്ടു. ഇതിൻ്റെ കൂടെ ആ ഒരു ശക്തി പ്രായമുള്ള ആൾക്കാർക്കാണല്ലോ പലരും, ആ ഒരു ധർമ്മത്തോടുള്ള പ്രതിബദ്ധത കൊണ്ടാണ് അല്ലേ അവർ ഇതിൻ്റെ കൂടെ വന്നിട്ടുള്ളത്, നമ്മളെല്ലാവരും സഞ്ചരിക്കുന്നത്. നമുക്ക് ഇതിനൊരു വലിയ ലക്ഷ്യമുണ്ട്. ഇന്നലെ പത്രസമ്മേളനം നടക്കുമ്പോൾ കൊല്ലത്ത് വേറെ എവിടെ ഇങ്ങനെ ചോദ്യം ഉണ്ടായിട്ടില്ല. ഒരു പത്രപ്രവർത്തകൻ ചോദിക്കുകയാണ്, നിങ്ങളൊക്കെ ഈ പഴയ ഇരുണ്ട കാലഘട്ടത്തിലേക്കും ചാതുർവർണ്ണയത്തിലേക്കും കൊണ്ടുപോകാൻ വേണ്ടിയാണോ നിങ്ങൾ ഈ സന്ദേശയാത്ര നടത്തുന്നത്? വളരെ കൃത്യമായ മറുപടി അധ്യാത്മാനുസരിച്ച് സ്വാമികൾ കൊടുക്കുകയുണ്ടായി. കാരണം ഇത് ഈ സമൂഹത്തിൽ നടക്കുന്ന പല പ്രശ്നങ്ങളിലും സന്യാസിമാർ ഇനി പ്രതികരിക്കാൻ മൗനികളായിട്ടിരിക്കാൻ കഴിയില്ല. മുനിമാർക്കിരിക്കാം, പക്ഷേ സമാജത്തിൽ പ്രവർത്തിക്കുന്ന ജനങ്ങളുടെ കൂടെ നിൽക്കുന്ന സന്യാസിമാർ സമാജത്തിന് വേണ്ടി പ്രവർത്തിക്കാനുള്ളൊരു പ്രതിബദ്ധത സന്യാസിമാർക്കുണ്ട്. അഭിപ്രായങ്ങൾ പറയണം, ഇടപെടണം, ജനങ്ങളോടൊപ്പം നിൽക്കണം, ഭക്തജനങ്ങളോടൊപ്പം നിൽക്കണം. ഓരോ വിഷയങ്ങൾ നമ്മൾ ഓരോ ദിവസം കാണുമ്പോൾ ശബരിമല അടക്കമുള്ള വിഷയങ്ങൾ. ഇപ്പോൾ കൊല്ലത്തിൻ്റെ ചരിത്രം എന്ന് പറയുന്നത് നമുക്കറിയാം, എത്രയെത്ര മഹാത്മാക്കളുടെ ചരിത്രമുള്ളത്. ചട്ടമ്പി സ്വാമികളും ഗുരുദേവനും, അതുപോലെ നമ്മൾ സദാനന്ദ ഗുരുദേവനും, ഇങ്ങനെ അറ്റം മാതാ അമൃതാനന്ദമയി അമ്മയും. കൊല്ലം സാധാരണ പഴയ കൊല്ലമൊന്നും അല്ലല്ലോ, കാരണം ലോകത്തിൻ്റെ മുഴുവൻ ആധ്യാത്മികത തേടി വരുന്നവരുടെ ഒരു കേന്ദ്രമാണ്. അത് ഒന്നും രണ്ടും ആളൊന്നുമല്ല, ലക്ഷക്കണക്കിന് ആളുകൾ. അതുകൊണ്ട് ഇവിടെ എയർലൈൻസിനായിക്കോട്ടെ ഗവൺമെൻറ്റിനായിക്കോട്ടെ എത്രയോ ആളുകൾ അമൃതപുരിയിലേക്ക് വരുന്നു. അതുപോലെ എത്രയോ മഹാത്മാക്കളെ കാണാൻ വേണ്ടി വരുന്നു. അപ്പോൾ സമ്പോധ് ഫൗണ്ടേഷൻ ആസ്ഥാനം ഇവിടെയാണ്. അപ്പോൾ ഈ ദിവസത്തെ ഈ ധർമ്മ സന്ദേശ യാത്രയുടെ പ്രസക്തി എന്ന് പറയുന്നത്, നമ്മൾ വളരെ കാലമായിട്ട് ഒരുപാട് വിഷയങ്ങൾ നമ്മൾ ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്. അതിൽ സന്യാസിമാർ എന്തുകൊണ്ട് ഇടപെടുന്നില്ല എന്നുള്ള പല ചോദ്യങ്ങളുണ്ടാകാറുണ്ട്. പക്ഷേ മാർഗദർശന മണ്ഡല എല്ലാ കാര്യങ്ങളിലും ചിന്തിക്കുകയും ജനങ്ങളുടെ വിഷയങ്ങൾ ഏറ്റെടുക്കാൻ തയ്യാറാണെന്നുള്ള പ്രഖ്യാപനം കൂടിയാണ് ധർമ്മ സന്ദേശ യാത്ര. ഒരുപക്ഷെ ഞാൻ പലപ്പോഴും നമ്മുടെ ഈ നാടിൻ്റെ ഒരു മഹത്വം, ഞാൻ അമ്മയെ കണ്ടതിന് ശേഷമാണ് കൊല്ലത്ത് വരുന്നത്. സത്യം അമ്മയോടുള്ള ആ ഒരു അമ്മയെ കണ്ട് അങ്ങനെ ഒരു 35 വർഷമായിട്ട് കൊല്ലത്ത് അമ്മയുടെ കൂടെ ജീവിക്കുന്ന ഒരാളാണ്. ഈ അടുത്ത കാലത്ത് ഒരു സംഭവം ഞാൻ ശ്രദ്ധിക്കുകയുണ്ട്. ഈ വളരെ 1-2 വർഷങ്ങൾക്ക് മുമ്പാണ് ഒരു അറക്കാൻ കൊണ്ടുപോകുന്നൊരു പശു. ആ പശു ഒരു ഗോമാതാവ് എങ്ങനെയോ ഭാഗ്യം കൊണ്ട് അത് രക്ഷപ്പെട്ട് ഓടി ആശ്രയിച്ചത് ഇവിടുത്തെ ഭഗവാന്റെ തിരുനടയിലാണ് അല്ലേ. ഇവിടുത്തെ ജനങ്ങൾ അതിനെ വെട്ടുകാർക്ക് കൊടുത്തില്ല. അതിനെ സ്വീകരിച്ച് ഇവിടുത്തെ ഭഗവാന്റെ അഭിഷേകം ചെയ്യാനുള്ള പാല് കൊടുക്കുന്നത് ഇന്ന് ആ പശുവിൽ നിന്നാണ്. ഇന്ന് ഇവിടെ എല്ലാവർക്കും പ്രിയപ്പെട്ടതാണ്. അമ്പലത്തിൽ പോയാൽ
അവിടെ അതിനെയും കൂടി കണ്ടിട്ട് ആ ഗോമാതാവിനെ കണ്ടിട്ടേ പോവുള്ളൂ. ആ ജനങ്ങളുടെ ഒരു കൂട്ടായ്മ, ദൃഢനിശ്ചയം, അങ്ങനെയുള്ള ഒരു ചെറിയ സംഭവമാണെങ്കിൽ പോലും അത് പ്രതീകാത്മാവാണ്. അതുപോലെ ഗുരുദേവനും ചട്ടമ്പിസ്വാമികളൊക്കെ വളരെ സൗഹാർദ്ദത്തിൽ എത്രയോ കാലം ജീവിച്ച ഒരു സ്ഥലമാണ്. പ്രാക്കുളത്ത് ചട്ടമ്പിസ്വാമികൾ വളരെ രോഗാതുരനായിരിക്കുന്ന സമയത്ത് അതിനടുത്ത് തന്നെ ഗുരുദേവനുണ്ടായിരുന്നു. അവർ തമ്മിൽ സംഗമിക്കുകയും, ഞാൻ കേട്ടിട്ടുള്ളത് എങ്ങനെയാണ്, വളരെ നല്ല രീതിയിലേക്ക് ശിവഗിരി മഠം ഉയർന്നപ്പോൾ ശ്രീനാരായണ ഗുരുദേവൻ ആ സൗഹാർദ്ദം, പലരും പറയാറുണ്ട് ഏതോ വലുത് ചെറുതെന്നല്ല അവിടെ വിഷയം, ആരാണ് ഗുരു ആരാണ് ശിഷ്യന് തിരിച്ചറിയാൻ കഴിയാത്ത രീതിയിലുള്ള അഭൗമമായ ഒരു സഹോദര്യത്തിൻ്റെ പ്രതീകമായിരുന്നു ആ ഗുരുദേവൻ വിളിച്ചു എന്നാണ്, അങ്ങയെ ഞാൻ ശിവഗിരിയെ കൊണ്ടുപോയിട്ട് ചികിത്സിക്കാം, എല്ലാ സഹായങ്ങളും. പക്ഷേ ചട്ടമ്പിസ്വാമികൾ നിരാകരിക്കുകയും അദ്ദേഹത്തിൻ്റെ ആ ഗുരുവിൻ്റെ സങ്കല്പങ്ങൾ വ്യത്യസ്തമായിരിക്കാം. അപ്പം അങ്ങനെ ഒരുപാട് മഹാത്മാക്കൾ, ഇപ്പോൾ അമ്മയുടെ കാര്യത്തിലാണെങ്കിൽ ഒരുപാട് അമ്മയുടെ സാന്നിധ്യം അനുഭവങ്ങളുള്ള ആൾക്കാരാണ് ഇവിടെ. നമുക്ക് കഴിഞ്ഞ ദിവസം ഇപ്പോൾ സന്യാസിമാർ നാളെ അമൃതപുരിയിൽ പോകുന്നുണ്ട്, പന്മന ആശ്രമത്തിൽ പോകുന്നുണ്ട്. അമ്മ യൂറോപ്പിലാണ്. ഇന്നലെ കൂടി അമ്മ ആശ്രമത്തിലെ പ്രധാന ആളുകളെ വിളിച്ച് അന്വേഷിച്ചു, സ്വാമിമാർ വന്നോ, അവർ നാളെ വരുമ്പോൾ അവരെങ്ങനെയൊക്കെയാണ് സ്വീകരിക്കേണ്ടത്, അവർക്ക് എന്തൊക്കെ ഭക്ഷണം കൊടുക്കണം, പായസം കൂടി കൊടുക്കണമെന്നു പറഞ്ഞ് ഒരു കുറവ് വരുത്തരുത്. അപ്പോൾ അത്രത്തോളം അമ്മ ഇങ്ങനെ നിരന്തരം അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇന്ന് നമ്മൾ കൊല്ലം പരിപാടിയൊക്കെ കഴിഞ്ഞിട്ട് നാളെ പന്മനയിലും പോവും, അമൃതപുരിയിലും പോകും. അങ്ങനെ നമ്മൾ കയറി ഇറങ്ങിയിട്ടാണ് തിരുവനന്തപുരത്തേക്ക് ശ്രീപത്മനാഭ സ്വാമിയുടെ മണിയിലേക്ക് പ്രവേശിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ സന്ദേശം ഒരുപാട് വിഷയങ്ങളുണ്ട്, ഞാൻ അതിലേക്ക് വരുന്നില്ല. സ്വാമിജി ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. ഈ ധർമ്മ സന്ദേശ യാത്ര എന്ന് പറയുന്നതിൽ കേരളത്തിൽ വലിയൊരു മാറ്റത്തിന് തുടക്കം കുറിക്കുന്ന ഒന്നാണ്. അത് ചില പത്രക്കാർ ചോദിച്ചതുകൊണ്ടോ ചില കുബുദ്ധികളുടെ ദുഷ്പ്രചരണം കൊണ്ട് തളർന്നു പോകുന്നതല്ല, കൃത്യമായ ഒരു നിശ്ചയത്തോടുകൂടി, കൃത്യമായ ഒരു പ്ലാനിങ്ങോടുകൂടി, ദർശനത്തോടു കൂടി തന്നെയാണ് ഇത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെ സന്യാസിമാരുടെ ഒരു കൂട്ടായ്മ ഇന്നലെ ബഹുമാന തീർത്ഥസ്വാമികൾ തൃശ്ശൂരിൽ സംസാരിക്കുമ്പോൾ പറയുകയുണ്ടായി, വളരെ ചരിത്രത്തിൽ അപൂർവമായിട്ടാണ് ഈ എല്ലാ സമ്പ്രദായങ്ങളിലെയും സന്യാസിമാർ ഒന്നിച്ച് പ്രവർത്തിക്കാനുള്ള തീരുമാനം എടുക്കുക. ആ ഒരു തീരുമാനം ഉണ്ടായത് കാലത്തിൻ്റെ ഒരു നിയോഗമാണ്. ആ നിയോഗം ഈ കാലഘട്ടത്തിൽ ആവശ്യമാണെന്ന് അടിവരയിട്ട് പറയുകയാണ്. അത് സംഭവിക്കേണ്ടതാണ്, സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനിയും കുറേ കാര്യങ്ങൾ സംഭവിക്കും. നല്ലൊരു മാറ്റം നമ്മുടെ കേരളത്തിൽ ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ധർമ്മ സന്ദേശയാത്രയുടെ കാര്യങ്ങളൊക്കെ ഇവിടെ സ്വാമിജി ചിദാനന്ദ സ്വാമിജി വിശദമായിട്ട് സംസാരിക്കും. നന്ദി, നമസ്കാരം. ഓം പ്രതീക്ഷ.